14-ാം വയസ്സിൽ ചെയ്തൊരു കൊലപാതകം. 39 വർഷം ആ ഓർമ്മകളെ നീറിക്കഴിയുക. പാപഭാരം കൊണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതമൊഴി നൽകുന്നു. ആദ്യം ഒരു കൊലപാതക വിവരം പോലീസിനോട് വെളിപ്പെടുത്തി. ചോദ്യം ചെയ്യലിൽ 2 വർഷങ്ങളുടെ ഇടവേളയിൽ 2 കൊലപാതകങ്ങൾ നടത്തിയെന്നും മൊഴി. മലപ്പുറം വേങ്ങര സ്വദേശി തായ്പറമ്പിൽ മുഹമ്മദ് അലി നടത്തിയ ഈ കുറ്റസമ്മതത്തിൽ കുഴുങ്ങി നിൽക്കുകയാണ് വേങ്ങര പോലീസ്. മഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത മുഹമ്മദ് അലി ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലാണ്. 2025 ജൂൺ 5 മലപ്പുറം വേങ്ങരയിൽ താമസിക്കുന്ന മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. 39 വർഷങ്ങൾക്ക് മുൻപ് താനൊരു കൊലപാതകം ചെയ്തുവെന്ന് കുറ്റസമ്മതം നടത്തുന്നു. 1986 നവംബറിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തെ തോട്ടിൽ 14 വയസ്സുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. വേങ്ങര പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടരഞ്ഞി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിന്റെ ജഡം കണ്ടെത്തിയെന്നും അയാൾക്ക് 20 വയസ്സ് തോന്നിക്കുമെന്നും 1986 ഡിസംബർ 5 പത്രവാർത്ത കണ്ടെത്തി. മരണത്തിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നായിരുന്നു അന്ന് നാട്ടുകാർ പറഞ്ഞത്. പറമ്പുടുമ്പ ദേവസ്യ ഇപ്പോൾ അസുഖബാധിതനായി വീട്ടിൽ കിടപ്പാണ്. അന്നത്തെ തോട് ഇന്ന് കാനയാണ്. ദേവസ്യയ്ക്കും അന്ന് പ്രീ ഡിഗ്രി പ്രായം. ദേവസ്യയുടെ പിതാവ് ജോസഫ് എന്ന ഔതയായിരുന്നു പറമ്പുടമ. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. കൊല്ലപ്പെട്ടത് ആരാണെന്ന് അന്ന് നാട്ടുകാർക്ക് ഒരറിവുമുണ്ടായിരുന്നില്ല. 39 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവത്തിനെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മുഹമ്മദ് അലിയുടെ അടുത്ത വെളിപ്പെടുത്തൽ. 1989 താൻ ഒരാളെ കൊന്നിരുന്നു എന്ന്. 2 വർഷങ്ങളുടെ ഇടവേളയിൽ 2 അരുംകൊലകൾ. മുഹമ്മദ് അലിയുടെ മാനസാന്തരപ്പെടൽ വേങ്ങരയിലാണ് നടന്നതെങ്കിലും വെളിപ്പെടുത്തലോടെ തിരുവമ്പാടി പോലീസിന്റെ തലവേദന തുടങ്ങി. 116/86 രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പുറത്തെടുത്ത പോലീസിന് മരിച്ചതാരാണെന്ന് ഇനി കണ്ടെത്തണം. കൂടരഞ്ഞി വാതല്ലൂർ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ 14 വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് വീഴ്ത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. മുഖം കഴുകുമ്പോൾ പിന്നിൽ നിന്നും തള്ളിയിട്ട് ചവിട്ടിത്താഴ്ത്തി സ്ഥലം വിടുകയായിരുന്നു എന്നും മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങി യുവാവ് മരിച്ച കാര്യം അറിയുന്നത്. അപസ്മാരമുണ്ടായിരുന്നയാളുടേത് സ്വാഭാവിക മരണമായേക്കാമെന്നായിരുന്നു അന്ന് നാട്ടുകാർ പറഞ്ഞത്. ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയതാണ് മരണകാരണമെന്ന് മൃതദേഹ പരിശോധനാ റിപ്പോർട്ടും വന്നു. ഇതോടെ പോലീസ് അപ്രകാരം കേസെടുത്തു. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയിരുന്നില്ല. അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് നടപടികൾ അവസാനിപ്പിച്ചു. കണ്ണൂർ ഇരട്ടി സ്വദേശിയെന്നും പാലക്കാട് കാരനുമെന്നുമൊക്കെയുള്ള കഥകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റ്മോർട്ടം രേഖകൾ, കോടതി രേഖകൾ തുടങ്ങിയവ പരിശോധിക്കുന്ന തിരക്കിലാണ് തിരുവമ്പാടി പോലീസ്. അന്നത്തെ പത്രവാർത്തകൾ ശേഖരിച്ചും RDO ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും മരിച്ചത് ആരായിരിക്കും എന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസുകാർ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.